പ്രിയ സ്നേഹിതരെ, എൻ്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് എനിക്ക് വളരെ ബഹുമാനവും ആദരവും സ്നേഹവും കടപ്പാടുമൊക്കെ ഉണ്ട്. കാരണം ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജനിക്കുവാനും ജീവിക്കുവാനും വളരുവാനൊക്കെ ഇടയായത് അവരുടെ സമർപ്പണം, അവരുടെ അധ്വാനം, അവരുടെ കഴിവൊക്കെ എനിക്ക് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയും കടപ്പാടും എനിക്ക് അവരോടുണ്ട്. എൻ്റെ ശൈശവപ്രായത്തിൽ, ബാല്യത്തിൽ, യൗവനത്തിലൊക്കെ അറിവ് വളരെ പരിമിതമായിരുന്ന സമയത്ത് അവരുടെ ആജ്ഞകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ എനിക്ക് വളരെ വിലയേറിയതായിരുന്നു. മിക്കപ്പോഴും ഞാൻ അവരെ അനുസരിക്കുകയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നന്മയായി തീർന്നു. എന്നാൽ അനുസരിക്കാതിരുന്നത്, അവരുടെ നിർദ്ദേശങ്ങൾ കൂട്ടാക്കാതിരുന്നതൊക്കെ പല നന്മകളും നഷ്ടപ്പെടുവാനും ഇടയായിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ വളർച്ചയ്ക്ക്, ഞാൻ ഇന്ന് ഈ നിലയിൽ വന്നു ചേരുവാൻ, വളർന്നു വരുവാനൊക്കെ ഇടയായതിന് അവരുടെ അധ്വാനം എത്ര വലുതാണ്. എന്നാൽ പല കുഞ്ഞുങ്ങളുണ്ട് മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. ആ മാതാപിതാക്കൾ കഴിവ് പോരാ, ബുദ്ധി പോരാ, അവർക്ക് സാമർഥ്യമില്ല എന്നൊക്കെ ചിന്തിക്കുകയും, കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ധാരാളം അറിവ് നേടിയപ്പോൾ അവർക്ക് സാമർഥ്യമുണ്ട്, മാതാപിതാക്കൾ കഴിവില്ലാത്തവരാണെന്നൊക്കെ തോന്നിയിട്ട് അവരെ അനുസരിക്കാതിരിക്കുക, അവരെ ബഹുമാനിക്കാതിരിക്കുക, അവരെ കരുതാതിരിക്കുക എന്നൊക്കെ ചെയ്യുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മനസ്താപത്തോടെ മാതാവിൻ്റെയും പിതാവിനെയും അടുക്ക ചെന്നിട്ട് ആ അനുസരിക്കാതിരുന്നത്, അവരെ ധിക്കരിച്ചത്, അവരോട് അനാദരവ് കാണിച്ചതൊക്കെ അതിന് മറുപടിയായി അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായി നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങൾ, അവസരങ്ങളൊക്കെ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും പിന്നെയും കരുതുവാനുമുള്ള അവസരമായി കണ്ട് അത് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. കാരണം ഇന്ന് എനിക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെക്കുറിച്ച് എനിക്കുള്ള പ്രതീക്ഷകൾ, എൻ്റെ കണക്കൂട്ടലുകളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് തന്നെ ആയിരിക്കണമല്ലോ എൻ്റെ മാതാവിനും പിതാവിനും എന്നെക്കുറിച്ചുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ അവരെ ധിക്കരിച്ചതൊക്കെ അതൊരു മനസ്താപമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് എനിക്കത് അതിന് പകരം പരിഹാരമായി എന്ത് ചെയ്യാനൊക്കും, അവരെ എത്രത്തോളം എനിക്ക് കരുതാനൊക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ മിക്കപ്പോഴും ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യാറുണ്ട്. അതിന് ശ്രമിക്കാറുണ്ട് എന്നുള്ളതും ഒരു പരമാർത്ഥതയാണ്. ഇനിയും എൻ്റെ മാതാവിനും പിതാവിനും എൻ്റെ ജീവിതത്തിൽ പ്രധാന പങ്കുണ്ടായിരുന്നത് പോലെ തന്നെ എൻ്റെ ദൈവത്തിനും എൻ്റെ ജീവിതത്തിൽ പ്രധാന പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ ദൈവവുമാണ് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടിയതായ എല്ലാ കാര്യങ്ങളുടെയും ഉറവിടമായിരുന്നത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ മാതാവും പിതാവും ഈ ജീവനുള്ള, സ്നേഹിക്കുന്ന, കരുതുന്ന, രക്ഷിക്കുന്ന, സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു എന്നുള്ളതും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തെ തേടി ചെന്നു, എൻ്റെ മാതാവും പിതാവും പരിചയപ്പെടുത്തി തന്ന ദൈവത്തിനടുക്കലേക്ക് ഞാൻ ചെന്നു, അങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാനും ദൈവത്തെ അറിയാനിടയായത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരുന്നൊരു വാക്യം എങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു എന്നല്ല, മുന്നമേ ആദ്യമേ ദൈവം നമ്മളെ സ്നേഹിച്ചു. കാരണം ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരും ഏത് മതത്തിലും ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും ഉള്ളവരായാലും ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ്, സൃഷ്ടിയാണ്. എന്നാൽ ഈ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയാതെ, അറിവില്ലാതെ, അതിനുള്ള താല്പര്യമില്ലാതെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, ജനിച്ചപ്പോൾ മുതൽ അങ്ങനെ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോയാൽ നമ്മളെ ഓരോരുത്തരെയും
നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മുടെ സ്നേഹിതരിലൂടെ, നമ്മുടെ പരിചയക്കാരിലൂടെയൊക്കെ ദൈവം തൻ്റെ സ്നേഹം നമ്മളോട് അറിയിച്ചു. നമുക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ ദൈവം തന്നു, ഈ ദൈവത്തെ അറിയാനുള്ളത്. അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ പലരും കേൾക്കാറുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ഈ അറിവ് അവർക്ക് ദൈവത്തെ അറിയാൻ ഉപകരിക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം അവരറിയുന്നില്ല. ദൈവം സ്നേഹത്തോടെ കടന്നു വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിവ് തരുമ്പോൾ അവിടെയൊക്കെ ദൈവം നമുക്ക് ദൈവത്തെ അറിയാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. എന്നാൽ പലപ്പോഴും നാം അതിന് ശ്രമിക്കാറില്ല, അതിന് മെനക്കെടാറില്ല. ഈ ദൈവത്തെ അറിയണമെന്ന് പലപ്പോഴും പലർക്കും ആഗ്രഹമില്ലാതിരിക്കുന്നു. അങ്ങനെയല്ല, ഈ ദൈവവുമായി ഒരു ബന്ധം നമുക്ക് ആവശ്യമാണ്. ഈ ദൈവത്തെ വിശ്വസിക്കുന്നതും ഈ ദൈവത്തെ അംഗീകരിക്കുന്നതും ആണ് ദൈവം നമ്മുടെ പിതാവായി തീരുവാൻ പ്രധാന കാരണമായിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കാം. എങ്ങനെയെങ്കിലും ഈ അറിഞ്ഞ സത്യം, ഈ സത്യദൈവത്തെ നമുക്ക് സ്വീകരിപ്പാൻ, വിശ്വസിപ്പാൻ ഇടയാകട്ടെ. ദൈവം അത് നിങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കട്ടെ, മനസ്സുകളെ തുറക്കട്ടെ. ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ പ്രിയ മക്കളായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.